ഞാൻ ഇന്ന കുടുംബത്തിൽ പിറന്നു പോയത് കൊണ്ട് എനിക്ക് ഈശ്വരനെ ആശ്രയിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് വിചാരിച്ചിരുന്ന് എല്ലാവരുടെയും കയ്യടി മേടിച്ചുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് മേടിച്ചുകൊണ്ട് ഈശ്വരനെ ആശ്രയിക്കാനൊന്നും ഇരിക്കേണ്ട. അത് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യമാണ്, അത് നിങ്ങൾ ചെയ്തോളുക. വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല. ഇന്നത്തെ കാലത്ത് ഈശ്വര സാധന ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ പലയിടത്തും ഡാൻസിനോ ട്രിപ്പിനോ അല്ലെങ്കിൽ വല്ല ബാറിലോ ഒക്കെ പോയാൽ പോലും ഒന്നും പറയില്ല. അതൊക്കെ നോർമലാണ്, ഇന്നത്തെ സോഷ്യലൈസേഷൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയാണെന്ന് പറയും. പക്ഷേ ഈ അമ്പലത്തിലൊരു 10 ദിവസം അടുപ്പിച്ച് പോയാൽ പറയും ഭ്രാന്താണ്, ഈ വെച്ചാരാധനയാണ്, കുടുംബമായിട്ട് ജീവിക്കേണ്ട സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉള്ളതിനെ എവിടെയെങ്കിലും കൊണ്ട് ആവാഹിച്ചിരുത്തുക, അല്ലെങ്കിൽ ഈ ആര് നോക്കും ഇനിയുള്ള കാലത്ത് ഈശ്വരനെ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. അപ്പം നല്ല രീതിയിൽ ജീവിക്കാനാണ് കലിയുഗത്തിൽ പാട്, അല്ലാതെ അടിച്ച് പൊളിച്ച് ശോകം അടിച്ച് ജീവിക്കാൻ വലിയ പാടൊന്നുമില്ല. വളരെ സിമ്പിളാണ്. അത്യാവശ്യം പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ച് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാം, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കാം. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായി പറയണേ. അപ്പം ബാക്കി ആരും വിഷയമല്ല, നിരീശ്വരവാദിയോ ഈശ്വരവാദിയോ ജാതിയോ ഇതൊന്നും വിഷയമല്ല. നിങ്ങളുടെ ബർത്ത് റൈറ്റാണ് സമാധാനമായിട്ടിരിക്കുക എന്നുള്ളത്. അതിനാരെയും കുറ്റം പറയേണ്ട, മുന്നോട്ടിറങ്ങുക, അവനവൻ്റെ കാര്യം നോക്കുക, സന്തോഷമായിട്ട് മുന്നോട്ട്. ഈശ്വരനെ ആശ്രയിക്കുന്നതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, അത് നിങ്ങളും ഈശ്വരൻ തമ്മിലുള്ള ഇതാണ്. നിങ്ങൾ മുന്നോട്ട് പോകൂ, ഗുരു നിങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടോളും. നിങ്ങൾക്ക് പഠിക്കാനുള്ള അറിവ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് വരുന്ന സമയത്ത്, ആ സമയമാകുമ്പോൾ കാലം കൊണ്ടുവന്ന് എത്തിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തിപ്പെടും. രണ്ടായാലും ഒന്ന് തന്നെയാണ്, എത്തിപ്പെടും. അതുകൊണ്ട് അവിടെ എത്തിപ്പെട്ടാലും അത് തിരിച്ചറിയുക, അവിടുത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുക, ശരി തെറ്റുകളെ മനസ്സിലാക്കി തനിക്ക് വേണ്ടത് പഠിച്ച് മുന്നോട്ട് പോവുക. സാധക് ഈസ് നോട്ട് ബോൺ, സാധക് ഈസ് മെയ്ഡ്. ഉപാസന എന്നാണ്, ഉപസമീപേ എന്നാണ്, ചേർന്നിരിക്കുന്നതാണ്. ഞാനും ഈശ്വരനും ഗുരുവും സർവ്വതും ഒന്നിൻ്റെ വകഭേദങ്ങളാണ്. ഞാൻ ഈശ്വരാംശമാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ്, അതിലേക്കുള്ള യാത്രയാണ് സാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് പേടിക്കാൻ വേണ്ട, ഒരു ഭയവും വേണ്ട, ഒന്നും വേണ്ട. ഋഷിമാർ സംഭാവന ചെയ്തതൊക്കെ ജാതി മത രാഷ്ട്ര ലിംഗഭേദങ്ങൾക്ക് മുകളിലുള്ള കാര്യമാണ്. ഭയക്കണ്ട.